എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അർജന്റീന vs ബ്രസീൽ മത്സരത്തെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഈ ഒരു മത്സരം എന്ന് പറയുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. അത് 2021 കോപ്പ അമേരിക്ക ഫൈനലിന് ശേഷം നല്ലൊരു അർജന്റീന vs ബ്രസീൽ മത്സരം നമ്മൾ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഒരു മത്സരം നടന്നെങ്കിൽ പോലും ആ ഒരു മത്സരം വേണ്ടത്ര ഇമ്പാക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മത്സരം പൂർണ്ണഗതിയിലേക്ക് മാറാൻ ആ ഒരു മത്സരത്തിന് സാധിച്ചിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ പൗതിയിൽ നിന്ന് അർജന്റീന പ്ലേയേഴ്സ് ഒക്കെ കയറിപ്പോയി അങ്ങനത്തെ ഒരു വിവാദമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അത്. അതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനിയിപ്പോ ഈ മാസം മാർച്ച് 26 രാവിലെ അർജന്റീന vs ബ്രസീൽ മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഫാൻസിന്റെ മെയിൻ പ്ലേയേഴ്സ് ആയിട്ടില്ല, രണ്ട് ഇപ്പോൾ അർജന്റീന ഫാൻസിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബ്രസീൽ ഫാൻസിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും മെയിൻ മാൻ ആയിട്ട് നിൽക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാർ പ്ലെയർ ആയിട്ട് നിൽക്കുന്ന ആ ഒരു മെസ്സി നെയ്മറും ഈ ഒരു ഇതിൽ കളിക്കണില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിന് 2-3 ദിവസങ്ങൾക്ക് മുന്നേ വരെ നമ്മൾ കേട്ട ന്യൂസ് എന്ന് പറയുന്നത് മെസ്സി നെയ്മറൊക്കെ ഉണ്ടാവും, നല്ല രീതിയിലാവും ഈ ഒരു ഇത് നടക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ വരുന്നത് മെസ്സിക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ മെസ്സിനെ ആ ഒരു സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്മർക്ക് വീണ്ടും ഇഞ്ചുറി വന്നത് മൂലം ആ ഒരു നെയ്മറിന് പകരം ബ്രസീൽ സ്ക്വാഡിലേക്ക് എൻട്രിക്കിനെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ഥിതിഗതികൾ പോകുന്നത് പറഞ്ഞാൽ. പിന്നെ ഈ ഒരു ഇതിൽ നിന്ന് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം ബ്രസീലിന്റെ ഫോം തന്നെയാണ്. അർജന്റീന എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കോപ്പ അമേരിക്ക വിന്നേഴ്സ് അടക്കം അർജന്റീനയാണ്. നല്ല രീതിയിൽ തന്നെയാണ് അർജന്റീന മുൻപോട്ട് പോകുന്നത്. കൂടാതെ ഈ ഒരു ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ ആ ഒരു ടേബിളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് അർജന്റീനയാണ്. ബ്രസീലാണെന്നുണ്ടെങ്കിൽ 5ാം സ്ഥാനത്താണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ബ്രസീലിന്റെ കാര്യം കുറച്ച് ഗുരുതരമാണ്. ആ ഒരു ടിറ്റ പരിശീലിപ്പിച്ച് നമുക്ക് അറിയാം 2022 വേൾഡ് കപ്പ് ക്വാളിഫയിങ് ആ ഒരു മത്സരത്തിലൊക്കെ നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഓരോ മത്സരം ജയിച്ചുകൊണ്ടായിരുന്നു അന്ന് ആ ഒരു ക്വാളിഫിക്കേഷൻ പരേഡ്സ് ഒക്കെ ടിറ്റ കഴിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമുക്കറിയാം ഈ ഒരു കോച്ചിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടീമിനെ ഇതുവരെയായിട്ടും നല്ല രീതിയിലേക്ക് സെറ്റ് ആക്കി എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. അത് ആ ഒരു ബ്രസീൽ കോച്ചിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് അല്ലാന്നുണ്ടെങ്കിൽ ആരാധകരുടെ ആ ഒരു പിന്തുണ നേടാൻ പറ്റിയൊരു അവസരമാണ് ഇപ്പം മുന്നിലുള്ളത് പറയുന്നത്. അതായത് ഒരു ബ്രസീലിന്റെ ആ ഒരു അർജന്റീനക്ക് എതിരെയുള്ള മത്സരം വിജയിക്കുക എന്നുള്ളതാണ് അതിലുള്ളത്. ഇതിലിപ്പോ ടാസ്ക് എന്ന് പറയുന്നത് വലിയൊരു ടാസ്കേ അല്ല. കാരണം നിലവിൽ ഇൻഫോമിലുള്ള ഒട്ടനവധി പ്ലേയേഴ്സ് ഈ യൂറോപ്പിൽ വൻതോതിൽ കളിക്കുന്ന റാഫീനിയ, വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, എൻട്രിക്ക്, ഇനി കൂടാതെ ബ്രൂണോ ഗെയിമേഴ്സ്, അതുപോലെ തന്നെ ഒട്ടനവധി പ്ലേയേഴ്സ്, പിന്നെ ഇൻഫോമിൽ നിൽക്കുന്ന അലിസൺ അടക്കം ഈ ഒരു സ്ക്വാഡിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. നല്ല രീതിയിലൊരു പ്ലാൻ ഈ ഒരു കോച്ചിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സ്ക്വാഡ് ഈ ഒരു ബ്രസീൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് അർജന്റീനന്റെയാണ്. അർജന്റീനയുടെ സ്ക്വാഡ് വൈസ് നോക്കുമ്പോൾ നല്ലൊരു സ്ക്വാഡ് തന്നെയാണ്. ആസ് യൂഷ്വൽ ഈ ഒരു മെസ്സി ഒഴികെയുള്ള എല്ലാ സൂപ്പർ സ്റ്റാർസും ഉണ്ട്. നമുക്കറിയാം ആ ഒരു എമിലിയാനോ മാർട്ടിനസിനെ അടക്കം. എമിലിയാനോ മാർട്ടിനസ് ഇപ്പോഴും ആസ്റ്റൺ വില്ല ആ ഒരു UCL അവശേഷിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് എമിലിയാനോ മാർട്ടിനസ് കളിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് ഹൂലിയൻ അൽവാരസ്. നമുക്കറിയാം ഈ സീസണിൽ ഇപ്പോൾ കഴിഞ്ഞ വിവാദമായിട്ടുള്ള പെനാൾട്ടി അടിച്ചത് മൂപ്പരായിരുന്നു. പക്ഷെ ആ ഒരു പെനാൾട്ടി ഒഴികെയുള്ള ആ ഒരു മത്സരത്തിൽ ഫുൾ ത്രെഡ് ഉണ്ടാക്കിയിരുന്നത്, അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഫുൾ ത്രെഡ് ഉണ്ടാക്കിയ ഒരു പ്ലെയറാണ് ഈ ഒരു ഹൂലിയൻ അൽവാരസ് എന്ന് പറയുന്നത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അർജന്റീനക്കും പണ്ടത്തെ പോലെയല്ല. ആദ്യം ഈ ഒരു അർജന്റീനയുടെ സ്ക്വാഡ് എന്ന് പറയുമ്പോൾ മെസ്സിയും ഡിമരിയും മാത്രം ഒതുങ്ങിപ്പോണം, അല്ലെങ്കിൽ അഗ്യൂറോയും കൂടി ഉണ്ടാണ് ആ ഒരു ഒതുങ്ങിപ്പോണതായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കുറെ അധികം മാക്കാലിസ്റ്റർ അങ്ങനത്തെ കുറെ പ്ലേയേഴ്സ്, ക്രിസ്ത്യൻ റൊമേറോ, അങ്ങനെ എടുത്തു പറയണ മൊലീന, അങ്ങനത്തെ കുറെ പ്ലേയേഴ്സ് അർജന്റീനയുടെ സ്ക്വാഡിലുണ്ട്. അങ്ങനെ അർജന്റീനക്കും നല്ലൊരു രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. ഈ ഒരു മത്സരത്തിൽ നിലവിൽ ഇപ്പോഴത്തെ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് അർജന്റീനയാണ് എന്നുള്ളതാണ്. ഈ രണ്ട് ടീമിന്റെ അവസാനത്തെ ഒരു 3-4 മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രസീൽ ഒരു മത്സരം പോലും പരാജയപ്പെട്ടില്ല. അർജന്റീന ഒരു കളി പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ ഒരു കളിയിൽ ബാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു മത്സരത്തെ പറ്റിയുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.